കർത്താവിനാൽ അനുഗ്രഹീതമായ നല്ല വിലപ്പെട്ട പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന ആദരണീയരായ കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, കടന്നു വന്നിരിക്കുന്ന വാത്സല്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഏവർക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു നല്ല വിശുദ്ധ പകൽക്കാലം കൂടെ ദൈവത്തെ ആരാധിപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ മനോഹരമായ നല്ല സുദിനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല കാലാവസ്ഥയിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ദൈവത്തെ നന്നായി സ്തുതിച്ച് നന്നായി ആരാധിച്ച് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ബലം പ്രാപിക്കുവാൻ സമർപ്പിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും ശക്തീകരിക്കട്ടെ. നാം പ്രാപിക്കുന്ന ആത്മീക ശക്തി, ആത്മീക ബലം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകാൻ ഇടവരാതെ നാൾ കഴിയുന്തോറും അത് വർദ്ധിച്ചു വരാൻ എല്ലാ നിലയിലും സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവപാദപീഠത്തിൽ നമുക്കായിരിക്കാം. ദൈവത്തിന്റെ വചന കേൾവിക്കായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒരുക്കി വളരെ ശ്രദ്ധയോടെ ദൈവവചനം ഉൾക്കൊള്ളാനുള്ള വളരെ ദാഹത്തോടെ സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ ഇന്ന് പകൽക്കാലം നമുക്ക് കൊണ്ടുവരാം. 86-ാമത്തെ സങ്കീർത്തനമാണ് നമുക്ക് വായിപ്പാനിടയായിത്തീർന്നത്. പല ആവർത്തി നാം വായിക്കുകയും ആത്മീക ദൂതുകൾ ഉൾക്കൊള്ളുകയും ചെയ്ത മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 86-ാമത്തെ സങ്കീർത്തനം. ഇന്ന് പകൽക്കാലം അതിൽ നിന്ന് ദൈവമക്കളായി പങ്കുവെക്കുവാൻ ദൈവം എന്റെ മനസ്സിൽ തന്ന ഒരു ചെറിയ ആലോചന ദൈവസന്നിധിയിൽ പറഞ്ഞ വേഗത്തിൽ ദൈവസന്നിധിയിൽ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 86-ാമത്തെ സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. എന്റെ പ്രാണനെ കാക്കണമേ, ഞാൻ നിന്റെ ഭക്തനാകുന്നു. എന്റെ ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ. ആ വായിച്ച വാക്യത്തിൽ 3 വാചകങ്ങളാണുള്ളത്. എന്റെ പ്രാണനെ കാക്കണമേ, ഞാൻ നിന്റെ ഭക്തനാകുന്നു, എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. അതിന്റെ 2-ാമത്തെ വാചകമാണ് ഈ പകൽക്കാലത്തെ നമ്മുടെ ചിന്താവിഷയം. ഞാൻ നിന്റെ ഭക്തനാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഭക്തനെ കുറിച്ച്, ഭക്തിയെക്കുറിച്ചൊക്കെ ധാരാളം അറിവുകളും ചിന്തകളുമുള്ള ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. ഈ പകൽക്കാലത്തെ ചിന്ത കൊണ്ട് ദൈവസന്നിധിയിൽ ഒരുമിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ഒരു യഥാർത്ഥ ഭക്തൻ ആരായിരിക്കണം, എങ്ങനെ ഉള്ളവനായിരിക്കണം ഒരു യഥാർത്ഥ ഭക്തൻ, ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഗുണഗണങ്ങൾ എന്താണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ച് അല്പസമയം ദൈവസന്നിധിയിൽ വചനത്തിലൂടെ ചിന്തിച്ചപ്പോൾ ഭക്തൻ എന്ന പദത്തിന് വേദപുസ്തകത്തിൽ 7 വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ 7 വാക്കുകളും അതിന്റെ വിവിധതായ നിലകളിലുള്ള അർത്ഥങ്ങളോടെ ചിന്തിച്ചാൽ ഏറിയ സമയങ്ങൾ നമുക്കതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. എങ്കിലും ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് ദൈവസന്നിധിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഭക്തൻ എന്നതിന് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന 1-ാമത്തെ പദപ്രയോഗം എന്ന് പറയുന്നത് ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ എന്നാണ് 1-ാമത്തെ വാക്കിന്റെ അർത്ഥം. നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ പുരാതന ആരാധന സമ്പ്രദായങ്ങൾ നിലവിലിരുന്ന കാലത്തും ലോകത്തിലും ഇടങ്ങളിലുമൊക്കെ ദേവാലയത്തിൽ അഥവാ ആരാധന ഇടങ്ങളിൽ ഓരോ ജാതിയുടെയും മതത്തിന്റെയും ആരാധന ഇടങ്ങളിൽ ആരാധനയുടെ കർമാനുഷ്ഠങ്ങൾക്ക് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടവരായ ഒരു പറ്റം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതൊരു പക്ഷേ സ്ത്രീയാകാം, പുരുഷനാകാം. പ്രത്യേകിച്ച് അവർക്കൊരു യോഗ്യതയുള്ളത് വിവാഹബന്ധത്തിൽ പ്രവേശിക്കാത്തവരായി അവരാ ഒരു നിലകളിൽ ജീവിച്ചു പോന്നിരുന്ന കാലയളവ്. വിവാഹബന്ധത്തിൽ വേർപെട്ട് അല്ലെങ്കിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടാതെ ജീവിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരുപക്ഷെ ലോകത്തിൻ്റെതായ ബന്ധങ്ങളിൽ അവർ അകപ്പെട്ടു പോയാൽ ദൈവിക ബന്ധത്തിനൊരു കുറച്ചിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ജീവിതത്തിൽ ലഭിക്കുന്നതായ അവസരങ്ങൾ ഏറിയ പങ്കും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ,
ദൈവിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുവാൻ ആ നിലയിൽ വേർതിരിക്കപ്പെട്ടതായ ഒരു വ്യക്തിയാണ് ഒരു ഭക്തനെന്ന് വേദപുസ്തകത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെയുള്ള ചിന്താഗതി വേദപുസ്തകത്തിലും വിരളമല്ല എന്നുള്ളത് വേദപുസ്തകം നന്നായി മനസ്സിലാക്കിയിട്ടുള്ള എന്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കൾക്കറിയാം. പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്ത് യേശു കുഞ്ഞുമായി ആലയത്തിലേക്ക് പ്രതിഷ്ഠിക്കുവാൻ, ആലയത്തിൽ ആ കുഞ്ഞിനെ സമർപ്പിക്കുവാൻ, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി തുടർന്നുള്ള കാലം ഏൽപ്പിക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ ആ കുഞ്ഞുമായി ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ജീവിതകാലം മുഴുവനും കർത്താവിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിനു വേണ്ടി, ആലയത്തിനു വേണ്ടി, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായ രണ്ടു വ്യക്തിത്വങ്ങളെ അവിടെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നു. ഒന്ന് ഒരു ശിമ്യോൻ, മറ്റൊന്ന് ഒരു ഹന്ന. ഹന്നയെ കുറിച്ച് പറയുന്നത് അവൾ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടവളാണ്. എന്നാൽ ഏറിയ കാലം അവരുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിൽ മുന്നേറാൻ കഴിയാതിരുന്നത് കൊണ്ട് ആ ഒരു അനുഭവത്തിൽ നിന്ന് ഒരു മാറ്റം വന്നപ്പോൾ സിസ്റ്റായുസ് ദേവാലയത്തിൽ ചെലവഴിക്കാനായി സമർപ്പിച്ചവൾ. എന്നാൽ മറ്റൊരു മനുഷ്യൻ ശിമോനെ കുറിച്ച് പറയുന്നത് ഇസ്രയേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്ന വയോധികനായ സ്ഥൂലിച്ച ശരീരമുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗമുള്ള ഒരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഭക്തൻ എന്ന് പറയുന്നത് ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്, ദൈവിക കാര്യങ്ങളിൽ സമർപ്പിച്ച് നിൽക്കുന്നവനാണ് ഒരു ഭക്തൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഭക്തൻ എന്നതായ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് ഗുരുഭക്തിയുള്ള, ഈശ്വരഭക്തിയുള്ള ഒരുവനായിരിക്കണം ഭക്തൻ. ഒരു ഗുരു തനിക്കുണ്ട്. ആ ഗുരുവിൽ നിന്നുള്ള ശിക്ഷണവും ആ ഗുരുവിൽ നിന്നുള്ള അഭ്യാസനവും ലഭിച്ച് ആ ഗുരുവിന്റെ ഭക്തിയുള്ള, ഗുരു എങ്ങനെയായിരിക്കുന്നുവോ ആ ഗുരുവിനെ പോലെ ആയിരിക്കുന്നവനായിരിക്കണം ശിഷ്യൻ. കർത്താവും അത് തന്നെ പറഞ്ഞല്ലോ, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനു മതി, യജമാനനെ പോലെ ആകുന്നത് ദാസനു മതി. അങ്ങനെങ്കിൽ ഗുരുഭക്തിയുള്ള, ഈശ്വരഭക്തിയുള്ള, ദൈവഭക്തിയുള്ള ഒരുവനായിരിക്കണം ഭക്തൻ എന്ന് പറയുന്നത്. പേര് ഭക്തനെന്ന, എന്നാൽ ജീവിതത്തിൽ ആ ഗുരുവിനെ കുറിച്ചുള്ള ഒരു ഭക്തിയുമില്ല, ഗുരുവിനെ കുറിച്ചുള്ള ഒരു ചിന്തയുമില്ല, ആ ഗുരുവിനെ കുറിച്ചുള്ള ഒരു ഭയവുമില്ലാതെ ജീവിക്കുന്നവനല്ല ഭക്തൻ എന്ന് പറയുന്നത്. ഗുരുവിനെ കുറിച്ച് താൻ ആരെയാണോ സേവിക്കുന്നത് ആ വ്യക്തിയെ കുറിച്ചുള്ള ആഴമേറിയ അറിവും ആ വ്യക്തിയിലുള്ള സമർപ്പണമുള്ള വ്യക്തിയാണ് ഭക്തൻ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത് ഭക്തൻ എന്നതായ വാക്കിന് കൊടുത്തിരിക്കുന്ന മൂന്നാമത്തെ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദയയുള്ള, ആർദ്രതയുള്ളവനായിരിക്കണം ഭക്തൻ. ദയയുണ്ടായിരിക്കണം. മറ്റുള്ളവരോട് ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. അലിവുള്ളവനായിരിക്കണം, ഒരാർദ്രതയുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. ഭക്തൻ എന്ന വേഷം കെട്ടോടുകൂടെ ലോകത്തിൽ അനേക ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ നാം യാത്ര ചെയ്യുമ്പോൾ പലതരത്തിലുള്ള വേഷഭൂഷാദികളോടുകൂടെ ഭക്തി പുറമേയുള്ള വേഷങ്ങളിൽ മാത്രം കാണിച്ചുകൊണ്ട് ആ നിലയിൽ മുന്നോട്ട് പോകുന്നവരെ കുറിച്ചും വേദപുസ്തകത്തിൽ പരാമർശമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഭക്തിയുടെ വേഷം ധരിച്ച് അവർ ശക്തിയെ ത്യജിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഒരു യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത് ആർദ്രതയുള്ളവനായിരിക്കണം, അലിവുള്ളവനായിരിക്കണം, ഒരു മനസ്സലിവുള്ളവനായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അതിന്റെ അർത്ഥം കഠിനഹൃദയനാകരുത്. കഠിനഹൃദയനാകരുത്. അവന്റെ വാക്ക് കഠിനമാകരുത്, അവന്റെ പ്രവൃത്തി കഠിനമാകരുത്. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവത്തിൽ ജീവിക്കുന്നവനല്ല ഒരു ഭക്തൻ എന്നുള്ളത് ഈ രാവിലെ ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നാലാമത്തെ ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹല്ലേലൂയ, വളരെ ആത്മസംയമനമുള്ള ഒരുവനായിരിക്കണം ഭക്തൻ. ഒരാത്മസംയമനം, ഒരു സ്വയം നിയന്ത്രണമുള്ളവനായിരിക്കണം ഭക്തൻ. ഒരുപക്ഷെ അവന്റെ ജീവിതത്തിന്റെ ഭക്തിക്ക് കേടുവരുന്ന പല കാര്യങ്ങളും ലോകത്തിൽ കണ്ടെന്നിരിക്കാം, പല കാര്യങ്ങൾ അവൻ ശ്രദ്ധിച്ചെന്നിരിക്കാം, പല കാര്യങ്ങളിലേക്ക് ഒരു ആകർഷണീയം വന്നെന്നിരിക്കാം, പല കാര്യങ്ങൾക്കൊരു താല്പര്യം മനസ്സിൽ ജനിച്ചെന്നിരിക്കാം. പക്ഷേ ഒരു ഭക്തൻ ആത്മനിയന്ത്രണമുള്ളവനായിരിക്കണം. എല്ലാവരെ പോലെ ജീവിക്കുവാൻ, എല്ലാവരെ പോലെ പ്രവർത്തിക്കുവാൻ, എല്ലാവരെ പോലും ഹല്ലേലൂയ ജീവിതം നയിക്കുവാൻ അവൻ ഒരിക്കലും കഴിയുകയില്ല, ഒരിക്കലും കഴിയരുത്. അത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സത്യമാണ്. ഒരു സ്വയം നിയന്ത്രണം. ഹല്ലേലൂയ. ഞാൻ അതിന്റെ വിശദീകരണം പുറകാലെ ഞാൻ ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ആത്മനിയന്ത്രണം, ഒരു സ്വയം നിയന്ത്രണമുള്ള ഒരു വ്യക്തിയായിരിക്കണം ഭക്തൻ എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ.
5-ാമത്തെ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവനൊരു നിർമ്മലനായിരിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധൻ എന്ന് പറയാൻ കഴിയുകയില്ല. പരിശുദ്ധൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ പിതാവായ ദൈവം. ബാക്കി ലോകത്തിലുള്ളതൊക്കെ പരിശുദ്ധന്മാരല്ല, ശുദ്ധിമാന്മാരായിരിക്കുക, നിർമ്മലന്മാരായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ അങ്ങനെ പരാമർശമുള്ള ആളുകളുണ്ട്. പാപികളോട് വേറിട്ടവൻ, ലോകത്തിൽ നിന്ന് വേർവിട്ടവൻ, ലോകത്തിന്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെ മലിനപ്പെടാതെ അകന്നു നിൽക്കുന്നവൻ. അതാ ഒരു ഭക്തൻ എന്ന് പറയുന്നത്. മലിനപ്പെടാൻ സാധ്യതയുള്ള അനുഭവത്തിൽ നിന്ന് ഹല്ലേലൂയ വിട്ടോടുന്ന ഒരനുഭവത്തെക്കാൾ ഉപരിയായി ഒരുപക്ഷെ സാധ്യതകളില്ലാത്തത് കൊണ്ട് ഭക്തന്മാരായി ജീവിപ്പാൻ ഒരുപക്ഷെ കഴിയുന്ന ആളുകളുണ്ട്. എന്നാൽ എല്ലാ സാധ്യതകളും മുമ്പിലുള്ളപ്പോൾ, ഹല്ലേലൂയ, വശീകരണ ശക്തികൾ മുമ്പിലുള്ളപ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ആത്മീക ജീവിതത്തെ തകിടം മറിക്കുന്ന പ്രലോഭനങ്ങൾ മുമ്പിലുള്ളപ്പോൾ, അതിന്റെ ഒക്കെ നടുവിൽ ജീവിക്കുമ്പോഴും ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് എന്റെ നിർമ്മലത കാത്തുകൊണ്ട് ആ നിലകൾ ജീവിപ്പാൻ കഴിഞ്ഞാൽ എന്റെ ജീവിതം ധന്യമാകും എന്നുള്ള കാര്യം ഏറ്റവും ഹല്ലേലൂയ ശ്രദ്ധേയമാണ്. മറ്റൊരു ചിന്ത, 6-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഭക്തൻ വിശ്വസ്തനാണ്. വിശ്വസ്തൻ. ഹല്ലേലൂയ. തന്നെ നിയമിച്ചാക്കിയവനോട്, തന്നെ തിരഞ്ഞെടുത്തവനോട് ഒക്കെ അവൻ വിശ്വസ്തനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. തന്നെ തിരഞ്ഞെടുത്ത ഒരു ദൈവത്തിന്റെ മുമ്പിൽ ആ പരിശുദ്ധി നിലനിർത്താൻ, ആ ഭക്തി നിലനിർത്തുവാൻ, അല്ലെ തന്റെ ജീവിതത്തിലൊരു വിശ്വസ്തത ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ വിശ്വസ്തതയുടെ ആ അനുഭവത്തിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ കഴിയുള്ളൂ. 7-ാമതായി ഭക്തൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരിക്കണം. ഹല്ലേലൂയ. ഭക്തൻ എന്ന വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഒരുപക്ഷെ മറ്റുള്ള ഇതര ഭാഷാന്തരങ്ങൾ പഠിച്ചു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ വിവിധ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളതായ വിവിധ വാക്കുകൾ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഭക്തൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതിനൊക്കെ വേദപുസ്തകത്തിൽ വാക്യ തെളിവുകളും അതിന്റെ അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ വായിച്ച സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ദാസൻ ഓർപ്പിക്കുന്നു, ദൈവമേ, ഞാൻ നിന്റെ ഭക്തനാകുന്നു. ഹല്ലേലൂയ. 7 വാക്കുകളുടെ അർത്ഥങ്ങൾ ഞാൻ ദൈവമക്കളെ ഓർപ്പിച്ചു. നമ്മോട് തന്നെ ഒന്ന് ചോദിപ്പാനായി കഴിയട്ടെ. ഹല്ലേലൂയ. ദൈവം മുൻപാകെ ഞാൻ ആരാകുന്നു? നമ്മെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളതല്ല, ദൈവം നമ്മെക്കുറിച്ച് എന്തു പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ നാം സഹായിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ, നമ്മുടെ സഹായം പിടിച്ചു പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവർ നമ്മെ വാനോളം പുകഴ്ത്തും. ഏതു മനുഷ്യന്റെ മുമ്പിൽ നമ്മളെ കുറിച്ച് അവർ ഉയർത്തി പറയും, അവർ പൊക്കി പറയും. എത്ര ദോഷമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതൊക്കെ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറക്കുന്നു എന്ന് പറയുന്നത് പോലെ സ്നേഹത്തിൽ മൂടിവെച്ച നമ്മെ പോലൊരു നല്ലവനില്ലെന്ന് പറയാൻ ഒരുപക്ഷെ മനുഷ്യർ തുനിഞ്ഞിരിക്കാം. മനുഷ്യർ പറയുന്ന വാക്കിനേക്കാൾ കൂടുതൽ എന്റെ ദൈവം എന്നെ കുറിച്ച് എന്ത് പറയും? ഹല്ലേലൂയ. മുഖവിലക്കെടുക്കേണ്ടത് അതാണ്, നാം ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഒരു മനുഷ്യന് ഒരുപക്ഷെ ഒരു നല്ല ഗുണം പറഞ്ഞില്ലെങ്കിലും ഹല്ലേലൂയ എന്റെ ദൈവം എന്നെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയാൻ കഴിഞ്ഞാൽ അവനെ പോലെ ഹല്ലേലൂയ നിഷ്കളങ്കൻ വേറെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ, അവനെ പോലെ സൗമ്യനായ ഒരുവൻ ഈ ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് ദൈവം ഒരുവനെ നോക്കി പറഞ്ഞാൽ അതിനപ്പുറത്ത് അവന്റെ ജീവിതം തെളിയിക്കാൻ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ ലോകത്തിന്റെ കലാലയങ്ങളിൽ നിന്ന്, ഈ ലോകത്തിന്റെ വിദ്യാസമ്പന്നതയുടെ ആ അനുഭവങ്ങളിൽ നിന്ന്, അതിന്റെ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ 4-5 സർട്ടിഫിക്കറ്റുകൾ വാങ്ങിച്ച് അതിന്റെ നിലകളിൽ ഒരു നല്ല വ്യക്തി എന്നുള്ളതായ ഒരു എക്സലൻസി അവാർഡൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ ഒരുപക്ഷെ ലോകത്തിൽ അതിൽ നിമിത്തം അഭിമാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ മാർക്കിനേക്കാൾ കൂടുതൽ, ഈ ലോകത്തിലെ ക്രെഡിറ്റിനേക്കാൾ കൂടുതൽ, ഈ ലോകത്തെ അംഗീകാരത്തെക്കാൾ കൂടുതൽ ഒരു ദൈവവൈതൻ അംഗീകാരം വേണ്ടത് ദൈവത്തിന്റെ സന്നിധിയില. ഹല്ലേലൂയ. ചില വാക്യങ്ങൾ, ഇത്രയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് വചനത്തിന്റെ ചില
അർത്ഥങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. ചില വാക്യങ്ങൾ വായിച്ച് അതൊന്നുകൂടെ ഞാൻ വ്യക്തമാക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുക. വേഗത്തിൽ എൻ്റെ ചിന്തകൾക്ക് ഞാൻ വിരാമം കുറിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവസാനം പറഞ്ഞ് നിർത്തിയ ആ ഭാഗത്ത് ഞാൻ തുടങ്ങട്ടെ. ഭക്തൻ എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെടുന്നവനാ. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവനാ. നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. 4-ാം സങ്കീർത്തനത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ ഒന്ന് ശ്രദ്ധ കൊണ്ടുവന്നാട്ട് 4-ാമത്തെ സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം ഒരാൾക്ക് വേഗത്തിൽ വായിക്കാം. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് ഒരു ഭക്തൻ വേർതിരിയപ്പെട്ടവനാ. കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ മറ്റൊരു വേദഭാഗം പരാമർശിച്ച വേളയിൽ ഈ വേദഭാഗം ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനിടയായി. ഭക്തൻ വേർതിരിക്കപ്പെട്ടവൻ, ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. യഹോവ ഭക്തനെ തനിക്കായി തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അല്ലെ, ഒരു വേർതിരിക്കപ്പെട്ടതിന്റെ മേൽ ഒരടയാളമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ അടയാളം കാണുമ്പോൾ ഈ ലോകത്തിലെ ഹല്ലേലൂയ ഇതര വ്യക്തികൾക്കറിയാം ഇത് ആർക്കോ വേണ്ടിയോ വേർതിരിക്കപ്പെട്ടതാ. ഇവിടെ പഴമയുള്ള മാതാപിതാക്കൾ, പ്രത്യേകിച്ച് കൃഷിയിൽ വളരെ പ്രാവീണ്യമുള്ള പിതാക്കന്മാരിവിടെയുണ്ട്. പ്രത്യേകിച്ച് ഈ വാഴകൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഒരറിവ്, അവരുടെ കൃഷിയിടങ്ങളൊക്കെ വിളഞ്ഞ് ഒരുപാട് ഏത്തക്കുലകളൊക്കെ ഇങ്ങനെ കിട്ടി. അതിങ്ങനെ ചന്തയിലേക്ക് കൊണ്ടുപോകും. ചന്തയിലേക്ക് കൊണ്ടുപോയി അവരവിടെ വിൽക്കും. ഇങ്ങനെ നമ്മൾ 5-10 വെച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് അതിന്റെ ഓരോ കച്ചവടക്കാർ വന്ന് ഇങ്ങോട്ട് വാങ്ങിക്കും. അപ്പൊ പല കച്ചവടക്കാരാ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് കാണാൻ കഴിയും. ഇങ്ങനെ ഒത്തിരി കൂട്ടിയിട്ടേക്കുന്നു. പക്ഷേ ഇവര് ഈ കച്ചവടമെല്ലാം കഴിഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോൾ മേവലയ്ക്ക് വാങ്ങിച്ച് ഇങ്ങനെ കൂട്ടി അവിടെ ഇടും. എന്നാൽ ഇത് കൊണ്ടുപോകാൻ നേരത്ത് ഒത്തിരി കച്ചവടക്കാരുണ്ടെങ്കിലും അവരുടെ മുതൽ ഏതാണെന്നുള്ളതിന് അവർക്കൊരു സംശയമില്ല. കാരണം അതൊരു പ്രത്യേക സ്ഥലത്ത് കൂട്ടിയിട്ടേക്കുന്നത് കൊണ്ടല്ല, നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിച്ചു കഴിഞ്ഞ് അവരുടെ കയ്യിൽ ഒരു ചെറിയ പിച്ചാത്തി കാണും. ആ പിച്ചാത്തി ഇട്ട് അതിന്റെ ആ കാളാമുണ്ടത്തിന് എവിടെങ്കിലും ഒരു ചരിച്ചൊരു വെട്ട് അല്ലെങ്കിൽ ഒരു മാർക്കിടും. അത് എല്ലാ ഈ ഫലത്തേലും അത് കാണും. ആ ഒരു ഫലമുള്ളത് ഒരാടെയാണെന്നുള്ളത് മറ്റൊരാൾക്കറിയാം. അതുകൊണ്ട് ഇത് വേറെ ഒരാൾ എടുത്തു വെച്ചാൽ അവിടെ നിന്ന് ഈസിയായിട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ അടയാളമുള്ളത് ഒരാടെയാണെന്ന് മറ്റൊരു കച്ചവടക്കാരൻ അറിയാവുന്നത് കൊണ്ട്, അല്ലെ ആ കച്ചവടക്കാരൻ അതിന്റെ അടുത്തില്ലെങ്കിലും അത് തൊടാൻ സമ്മതിക്കുകയില്ല. ദൈവമക്കളെ, ഒരു ചില നിമിഷങ്ങൾക്ക് വേണ്ടി അരമണിക്കൂർ കഴിയുമ്പോൾ അത് അവിടുന്ന് കയറ്റിക്കൊണ്ടു പോകും. എവിടോട്ടാ കൊണ്ടുപോയെന്നുള്ളത് പക്ഷേ ആർക്കും അറിയത്തില്ല. കൊടുത്ത നമുക്കും അറിയത്തില്ല, വാങ്ങുന്നവർക്കും അറിയത്തില്ല. അത് മണിക്കൂറുകൾക്കകം, ഒരുപക്ഷെ 24 മണിക്കൂറിനുള്ളിൽ എവിടൊക്കെ ചെല്ലുമെന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞ ആ ഒരു നിസ്സാര കാര്യം മറക്കരുത്. അതിലൊരു ചെറിയ അടയാളമുള്ളത് കൊണ്ട് മറ്റൊരുത്തൻ അതിനെ തൊടാനൊരു ഭയമാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, വേർതിരിക്കപ്പെട്ടവന്റെ മേൽ ഒരു അടയാളമുണ്ട്. അടയാളമുള്ള ഒന്നിനെയും തുടരുന്നത് ദൈവം തമ്പുരാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം ആ അടയാളം എന്റെയും നിന്റെയും ജീവിതത്തിലുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിലാണെന്ന് എന്റെ ഓർമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഈ ചൂടടയാളം എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നുകൂടെ മനസ്സിലാക്കാൻ ഒരു ലളിതമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഈ തേനി വഴിയൊക്കെ കടത്തിക്കൊണ്ട് വരുന്നതായ ഈ പശുവിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന്റെ മുതുകത്ത്, ശരീരത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വലിയ സീൽ അടിച്ച പോലുള്ളതായ ഒരച്ച് കൊണ്ട് അതിനെ ഇങ്ങനെ മാർഗ് ചെയ്തേക്കുന്നത് കാണാൻ കഴിയും. ഒരു ദിവസം ഞാൻ അത് ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇതിനെയൊക്കെ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഇതിനെ അങ്ങോട്ട് ഒരുമിച്ച് അടിച്ചു വിടുക. ചിലപ്പോൾ ഇത് പലരുടെ മാടായിരിക്കാം. ഇതിനെ ഒരുമിച്ച് ആ ദേശം കടത്തിവിട്ട് ഈ കേരളത്തിന്റെ വിപണികളിലേക്ക് എത്തിക്കുന്നത്. ആരുടേതാണ് എങ്ങനെയാണെന്നൊരു പക്ഷെ തിരിച്ചറിയാനൊക്കത്തില്ല. എല്ലാ കൊമ്പുകളോ അതിന്റെ തലയെടുപ്പോ അതിന്റെ കളറോ പുള്ളിയോ നിറമോ ഒന്നും കണ്ടാൽ തരം തിരിച്ചറിയാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രത്യേക തയ്യാറാക്കിയതായ ഓരോരുത്തർ ഡിസൈൻ ചെയ്യുന്ന അച്ച് അതങ്ങോട്ട് വെച്ച് പഴിപ്പിച്ച് അതിന്റെ മുതുകത്ത് ശരീരത്തിൽ എവിടെങ്കിലും ഒരു ഭാഗത്ത് അത്
വെക്കുമ്പോൾ ആ ഒരു പാട് അതിന്റെ നിലയിലിരിക്കും. ആ രോമം മൊത്തം പൊഴിഞ്ഞു പോയാലും ആ പാടങ്ങനെ നിൽക്കും. ആർക്കും തൂത്താൽ അത് മാറാൻ ഒക്കുന്നതല്ല. അങ്ങനെയെങ്കിൽ പൗലോസ് പറയുന്ന ആ ഒരു വാക്കിന് ഇതേ ഒരു അർത്ഥം, ക്രിസ്തുവിന്റെ ചൂടടയാളം ഞാൻ എന്റെ ശരീരത്തിൽ വഹിക്കുന്നുണ്ട്. ആ ചൂടടയാളം എന്റെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം ഒരു വ്യക്തിക്ക് എന്നെ തൊടാൻ കഴിയത്തില്ല. അതാ അതിന്റെ പ്രത്യേകത. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു ഭക്തൻ ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടവനാണ്. അവൻ വേർതിരിയപ്പെട്ടവനായി തന്നെ അവൻ നിലനിൽക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. വിസ്താര ഭയത്താൽ വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോയി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഒന്ന്, ഭക്തൻ വേർതിരിക്കപ്പെട്ടവനാ. ഇനി രണ്ട്, അവന്റെ ഭക്തി അവൻ മുറുകെ പിടിക്കുന്നതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പരിചയമായ ഒരു വേദഭാഗത്തിൽ നിന്ന് ഞാനതിന്റെ പരാമർശം ഓർപ്പിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ വാക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. 2:9. അപ്പോൾ ഇയ്യോബിനെ കുറിച്ച് തന്റെ ഭാര്യ പരാമർശിക്കുന്ന ഒരു ഭാഗമാണ് ഓർപ്പിച്ചത്. ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവൻ ഭക്തി മുറുകെ പിടിക്കുന്നവനായിരിക്കണം. എപ്പോ എല്ലാം പ്രതികൂലമാകുമ്പോ, എല്ലാം കൈവിട്ടു പോകുമ്പോ, എല്ലാവരും എതിരായി മാറുമ്പോ, ഒരുപക്ഷെ അനുകൂലമായി നിൽക്കുമെന്ന് ചിന്തിച്ച ഒരു വ്യക്തി പോലും അനുകൂലമായി ഇല്ലാതിരിക്കുമ്പോൾ, എല്ലാം പ്രതികൂലമാകുന്ന വേളയിലും ദൈവമൈതലേ, നിന്റെ ഭക്തി നിന്റെ ആശ്രയമായിരിക്കണം. നിന്റെ ഭക്തി നീയും ഞാനും അത് മുറുകെ പിടിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതിലൊരു അയവ് ഒരിക്കലും വരുത്തരുത്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം താത്തുവെക്കാനുള്ളതല്ല, നമ്മുടെ കൃപ അങ്ങോട്ട് താത്തുവെക്കാനുള്ളതല്ല. നമ്മുടെ ഭക്തി ചില ആളുകൾ പരാമർശിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അല്പസമയത്തേക്ക് ഞാൻ എൻ്റെ ഭക്തി അങ്ങോട്ടൊന്ന് മാറ്റിവെക്കും എന്ന് പറഞ്ഞാൽ ഒരു വേഷം പോലെ അവസരം കിട്ടുമ്പോൾ മാറ്റിവെക്കാനും ആ തരം കിട്ടുമ്പോൾ എടുത്തണിയാനുമുള്ളതല്ല ഭക്തി എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ എപ്പോഴും ആ ഭക്തി നാം മുറുകെ പിടിച്ചുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല, അല്ലെ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ, നമ്മുടെ ദേശത്തോ, നമ്മുടെ ചുറ്റുപാടുകളിലോ ദൈവം നമ്മെ എവിടെയാക്കിയിരിക്കുന്നു അവിടെല്ലാം മറ്റുള്ളവർ കാണേണ്ടത് നാം ഭക്തനാണെന്ന് പറയുമ്പോൾ മുറുകെ പിടിച്ചിരിക്കുന്ന നമ്മുടെ ഭക്തിയാ. ഹല്ലേലൂയ. ഭക്തി മുറുകെ പിടിക്കാത്ത ഒരുവനെ എങ്ങനെ ഭക്തൻ എന്ന് പറയാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ എൻ്റെ ഭക്തി മുറുകെ പിടിച്ചാണോ ജീവിതം നയിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ആ ആത്മീക വിഷയത്തിൽ, ആ ഭക്തിയുടെ വിഷയത്തിൽ എവിടെങ്കിലും ഒരു അയവ് സംഭവിച്ചിട്ടുണ്ടോ? ഒരു കോംപ്രമൈസിന് എവിടെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഒരു പക്ഷേ ഭക്തിക്ക് ചേരാത്തതായ, ഭക്തി വിരുദ്ധമായ ഏതെങ്കിലും കേൾക്കേണ്ടി വരുമ്പോൾ, ഏതെങ്കിലും കാണേണ്ടി വരുമ്പോൾ, ഏതെങ്കിലും വിഷയത്തിന് കൈ കൊടുക്കേണ്ടി വരുമ്പോൾ ഒരു കോംപ്രമൈസിന് തയ്യാറായി, ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഭക്തിക്ക് ഒരു അയവ് സംഭവിക്കാൻ ഞാനായിട്ടും നിങ്ങളായിട്ടും ഒരവസരം ഒരുക്കി കൊടുക്കരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ കാണാൻ ഒരു പക്ഷേ അല്ലെ ദൈവം ദൂതന്മാരെ ഒന്നും എപ്പോഴും നമ്മുടെ കൂടെ വചനം പറയുന്ന ദൂതന്മാരുടെ കാവലും നമുക്കുണ്ട്. ഹല്ലേലൂയ. അവരെ അക്ഷരീക സാന്നിധ്യം നമ്മെ കാണാനായിട്ടൊരു വ്യക്തിയെ കൂടെ അയച്ചായിട്ടൊന്നും കാണാൻ കഴിയത്തില്ല. സ്നേഹിക്കുന്ന കുടുംബാംഗങ്ങൾ കാണത്തില്ല, നമ്മുടെ വിശ്വാസികൾ കാണത്തില്ല. ഒരുപക്ഷെ ദൈവത്തിന്റെ വചനം നമ്മയോട് പ്രസംഗിച്ച് നമ്മെ നടത്തുവാൻ ദൈവം കാലാകാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ദൈവദാസന്മാരൊന്നും നമ്മുടെ കൂടെ ഭക്തി മുറുകെ പിടിച്ചാണോ ജീവിക്കുന്നതെന്ന് അല്ല തിരക്കാനായി എപ്പോഴും ആരും കൂടെ കാണണമെന്നില്ല. ആരുമില്ലെങ്കിലും, ആരും കൂടെ വന്നില്ലെങ്കിലും എന്റെ ആത്മീയ ജീവിതത്തിന്റെ കാവൽക്കാരൻ ഞാനാണെന്നുള്ള ആ ഒരു ബോധ്യം ഒരു ദൈവവൈതലിന്റെ അകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാൻ കഴിയും. നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഒരു ചെറിയ നിസ്സാര വിഷയങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിന്റെ ഭക്തിക്ക് കേടുവരുത്താനായി നാം ആയിട്ട് അവസരം കൊടുക്കരുത്. ഒരുപക്ഷെ പ്രലോഭിപ്പിക്കുന്ന ആളുകൾ കണ്ടെന്നിരിക്കുക, ഒരുപക്ഷെ നമ്മൾക്ക് സമ്മർദ്ദം ചെലുത്തുന്ന ആളുകൾ കണ്ടെന്നിരിക്കുക. അത് സാരമില്ലെന്ന്, അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് കുഴപ്പമില്ലെന്ന് പറയാനൊക്കെ ഒരുപക്ഷെ അവസരത്തിനൊത്ത് അവസരോചിതം പോലെ ഒരുപക്ഷെ നമ്മെ തള്ളിവിടുന്ന ആളുകൾ ഉണ്ടെന്നിരിക്കാം. അവർ പറയുന്നത് കേട്ട് അവരും കണ്ണടച്ച് നാമും ആ നിലയിൽ മുന്നോട്ട് പോയാൽ നാളെ ഈ വ്യക്തി തെളിവോടെ നമുക്കെതിരെ നിൽക്കും. അവർ പറയും, അല്ല ഞാനന്നങ്ങനെ പറഞ്ഞപ്പോ എന്റെ മുമ്പിൽ വെച്ച ഇന്ന വ്യക്തി ഇന്നതുപോലെ ചെയ്തോ, എനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞ് അവൻ എനിക്കും നിനക്കും വിരോധമായി സാക്ഷീകരിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ ഭക്തി മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യണം. ചിന്തകളുടെ അവസാനത്തേക്ക് ഞാൻ
ഞാൻ വേഗത്തിൽ ഓടിയെത്തുകയാണ്. യാക്കോബിന്റെ ലേഖനത്തേക്ക് നമുക്ക് വേഗത്തിൽ ഓടി വരാം. അത് യാക്കോബിന്റെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചില ചിന്തകളൂടെ പങ്കുവെച്ച് വേഗത്തിൽ ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. 2-ാം അധ്യായം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം. യാക്കോബ് അപ്പോസ്തലൻ പ്രവർത്തികളുടെ അപ്പോസ്തലന്. പ്രവർത്തികളാലുള്ള നീതീകരണത്തിന് താൻ ഊന്നൽ കൊടുത്ത് പ്രസംഗിക്കുമ്പോൾ, ഉപദേശം ചെയ്യുമ്പോൾ താൻ പറയുകയാണ്, നിങ്ങളിലൊരുത്തൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം. അങ്ങനെയെങ്കിൽ ആ ഭാഗത്ത് എനിക്ക് ഓർപ്പിക്കാൻ ആഗ്രഹമുള്ളത്, ഒരു ഭക്തൻ നിയന്ത്രണമുള്ളവനായിരിക്കണം, കൺട്രോൾ ഉള്ളവനായിരിക്കണം. ഹല്ലേലൂയ. നാവിനെ കടിഞ്ഞാണിടുന്നവൻ, അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ആ ഒരു പദം അതാ. തുടർന്ന് ഈ യാക്കോബിന്റെ ലേഖനം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ നാവിന്റെ അനുഭവങ്ങളെക്കുറിച്ച്, അതിന്റെ വിപത്തിനെ കുറിച്ച്, അത് വരുത്തുന്നതായ ദോഷങ്ങളെ കുറിച്ചൊക്കെ വളരെ സവിസ്തരമായി താൻ ഓർപ്പിക്കുന്നുണ്ട്. ഈ വായിച്ച 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു, ഒരുവൻ നാവിന് കടിഞ്ഞാണിടാതെ. ഹല്ലേലൂയ. ഭക്തൻ ഒരു നിയന്ത്രണമുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കൺട്രോൾ മറ്റൊരാളുടെ കയ്യിലല്ലേ, നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം. അല്ലെ, നമ്മെ നിയന്ത്രിക്കുന്നത് മറ്റൊരാളാകരുത്, നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം. ഒരാൾ പറയുന്നത് കേട്ട് നമ്മൾ ചാടാനും തുള്ളാനും നമ്മൾ നിന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അങ്ങെത്തത്തില്ല. ഒരുപക്ഷെ ഇവിടെ ചില കാലങ്ങളൊക്കെ ജീവിച്ച, എന്തെങ്കിലുമൊക്കെ പ്രാപിച്ച്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് 4 പേരുടെ മുമ്പിൽ പ്രശംസ പിടിച്ചു പറ്റി നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞിരിക്കുക. പ്രിയരെ, നാം വിശ്വാസത്തിൽ വന്നത് ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയല്ല. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ടെന്നും ആത്മമണവാളനായ കർത്താവിനോട് ഒരുമിച്ച് ഒരു മണിയറവാസമുണ്ടെന്നും അതിനപ്പുറത്തൊരു നിത്യതയുണ്ടെന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ അനുഭവത്തിന് വേണ്ടി വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിലൊരു വേർതിരിവില്ലെങ്കിൽ, അതിലൊരു നിയന്ത്രണം പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നാം നിന്ന ആ പഴയ അനുഭവങ്ങൾ എത്ര ബെറ്റർ ആയിരുന്നു ഈ തരത്തിലൊരു ജീവിതം നയിക്കാൻ. അവിടെ ഒന്നിനും വിലക്കില്ല, യഥേഷ്ടം ജീവിക്കാം. സൗകര്യമുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ വന്നാൽ മതി, സൗകര്യമുണ്ടെങ്കിൽ ആരാധനയിൽ സംബന്ധിച്ചാൽ മതി. ഒന്നിനും ഒരു വിലക്കില്ല, ഒന്നിനും ഒരു ചിട്ട. ആ നിലകളിൽ വേർപെട്ട ഇടങ്ങളിൽ കാണുന്ന അത്രേ ഒന്നുമില്ല. ഇവിടെ ഒരു ആരാധനയിൽ ഒരാൾ വന്നില്ലെങ്കിൽ ഒരുപക്ഷെ വിളിച്ചു ചോദിച്ചെന്നിരിക്കാം. തിരുമേശയിൽ ഒരാൾ അകന്നിരുന്നാൽ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കാം. ആത്മീയ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു അനുഭവം തുടർമാനമായി കണ്ടാൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം പലരിൽ നിന്നും നമ്മുടെ നേർക്ക് വന്നെന്നിരിക്കാം. ആത്മീക ജീവിതത്തിൽ ഒരു മൗനത, ഒരു മ്ലാനത ജീവിതത്തിൽ വന്നാൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കാൻ പലരും ഒരുപക്ഷെ മുമ്പോട്ട് വന്നെന്നിരിക്കാം. ഇതാണ് ഈ വിശ്വാസ ജീവിതത്തിന്റെ പ്രത്യേകത. മറ്റുള്ള അനുഭവങ്ങളിൽ നിന്നും, മറ്റുള്ള പലയിടത്തും പലതിനും നിയന്ത്രണമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ, ദൈവമൈതലേ, വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ഞാനും നിങ്ങളും ഒരു നിയന്ത്രണമുള്ളവരായിരിക്കണം. പ്രത്യേകാൽ നാവിന്റെ മേൽ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കണം. നാവ് ഒരു ചെറിയ അവയവമെങ്കിലും അത് വലിയ കാട് കത്തിക്കുന്നതാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന് കത്തിക്കാൻ വളരെ കഴിവുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒരു ഭക്തനായി ജീവിതത്തിൽ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ദൈവ പൈതലും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്റെ നാവിനെ സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. അല്ലെ, അരുതാത്തൊരു വാക്ക്, അരുതാത്തൊരു പ്രവൃത്തി, എന്റെ ഭക്തിക്ക് ചേരാത്തതായ ഒരു പെരുമാറ്റം, ഒരു ശൈലി എന്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിക്കൂടാ. ഒരുപക്ഷെ ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളോ പെരുമാറ്റങ്ങളോ അതിന്റെ ശൈലികളോ പറയുന്ന, ദൈവത്തിൽ വിശ്വാസം വേണ്ടതുപോലില്ലാത്ത ഒരു പെന്തക്കോസുകാരനെയോ പെന്തക്കോസുകാരിയെ കണ്ടാൽ പോലും അവരിൽ ഒരാളെ പോലെ ഞാനും നിങ്ങളും ആകരുത്.
അവരല്ല നമുക്ക് ലൈസൻസ് തന്നത്. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഇവിടെ ജീവിക്കാൻ നമുക്ക് പെർമിറ്റ് തന്നത്, അനുവാദം തന്നെ നമ്മുടെ ദൈവമാ. നമുക്ക് അവനുമായിട്ടാ കാര്യമുള്ളത്, അവൻ നാമുമായിട്ടാ കാര്യം തീർക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ നാവിനെ നിയന്ത്രിച്ചുകൊണ്ട് ഭക്തി സൂക്ഷിക്കാൻ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ സമർപ്പിക്കാം. ഹല്ലേലൂയ. അവസാനമായി അതിന്റെ തൊട്ടടുത്ത വാക്യം വായിച്ച് ഒരു ഭക്തിയുടെ നിർവചനം അവിടെ കാണാൻ കഴിയുന്നു. ആ വാക്യം കൂടെ വായിച്ച് 27-ാം വാക്യം. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നതുമാണ്. അങ്ങനെയെങ്കിൽ ഭക്തിയുടെ 4-ാമത്തെ ചിന്തകൾ സമാപനമായി ഞാൻ ഓർപ്പിക്കട്ടെ. തന്നെത്താൻ സൂക്ഷിക്കുന്നവനായിരിക്കണം ഒരു ഭക്തൻ. തന്നെത്താൻ സൂക്ഷിക്കണം. ഹല്ലേലൂയ. സൂക്ഷിപ്പാൻ ഒരുപക്ഷെ ആരും കൂടെ കാണത്തില്ല. എപ്പോഴും ആലോചന പറഞ്ഞു തരാൻ ആരും കാണത്തില്ല. എപ്പോഴും കറക്റ്റ് ചെയ്യാൻ ആരും കണ്ടെന്നിരിക്കയില്ല. ദൈവത്തിന്റെ വചനത്തിൽ ഹല്ലേലൂയ പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് പറയുമ്പോൾ, പഴയ നിയമ രാജാക്കന്മാരെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: അവരെ ഉപദേശിപ്പാൻ ഒരാളുള്ളിടത്തോളം കാലം അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. യഹോവ അവന് നന്മ നൽകി. അല്ലെ, ഉപദേശിക്കാൻ ആളുണ്ടെങ്കിൽ ക്രിസ്തീയ ജീവിതം വളരെ എളുപ്പമാ. കറക്റ്റ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ വീഴ്ചകൾ കൂടാതെ ജീവിതം നയിപ്പാൻ എളുപ്പമാ. ഒരുപക്ഷെ നമ്മെ കറക്റ്റ് ചെയ്യാൻ ആരുമില്ലാതിരിക്കുമ്പോഴും, നമ്മളെ ഉപദേശിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോഴും, ശരിയാണെന്ന് കാണിച്ചു തരാൻ ആരുമില്ലാതിരിക്കുമ്പോഴും, അല്ലെ ദൈവമക്കളെ, സ്വയം സൂക്ഷിക്കാൻ കഴിയുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. സ്വയം സൂക്ഷിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ഈ വചനം വേണം. വചനം കയ്യിലുണ്ടായാൽ പോരാ, വചനം വീട്ടിലുണ്ടായാൽ പോരാ, വചനം നമ്മുടെ ഹല്ലേലൂയ അകത്തുണ്ടായിരിക്കണം. കാരണം വചനം പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വചനം അകത്തുണ്ടെങ്കിൽ സ്വയം സൂക്ഷിപ്പാൻ കഴിയും. ആരെത്ര പരിശ്രമിച്ചാലും, ആരെത്ര പ്രോത്സാഹിപ്പിച്ചാലും, ആരുടെയൊക്കെ നിർബന്ധം നമ്മുടെ മേൽ വന്നാലും, ഹല്ലേലൂയ, അകത്ത് വചനമുണ്ടെങ്കിൽ, അകത്ത് ദൈവത്തോടൊരു സ്നേഹമുണ്ടെങ്കിൽ, പീഡന കാലയളവിലൊക്കെ അനേകർ വിശ്വാസത്യാഗികളായി മാറിയപ്പോൾ കർത്താവിനെ വേണ്ട എന്ന് വെച്ച് ഹല്ലേലൂയ പൊതുസ്ഥലത്ത് ഒരു പീഠത്തിന്മേൽ വെച്ചതായ തിരുവചനത്തെ കാർക്കിച്ചു തുപ്പി, വചനത്തെ ഞാൻ തള്ളിപ്പറയുന്നു, ഈ കർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ് മിന്നുന്ന വാളിന്റെ ജ്വാലയിൽ നിന്ന് അനേകര് രക്ഷപ്പെട്ടപ്പോൾ ഹല്ലേലൂയ പലരും ആ വേദപുസ്തകം എടുത്ത് മാറോട് ചേർത്തണച്ച് അണിഞ്ഞിരിക്കുന്നതായ വസ്ത്രം കൊണ്ട് മറ്റുള്ളവരുടെ അതിൽ വീണ തുപ്പലുകളൊക്കെ തുടച്ച് അത് മാറോട് ചേർത്തുകൊണ്ട്, ഇത്രയും കാലം കർത്താവ് എനിക്ക് നല്ലവനായിരുന്നെങ്കിൽ കർത്താവുള്ള ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മിന്നുന്ന വാളിൻ്റെതായ ആ ജ്വാലയുടെ മുമ്പിൽ ആ പീഠത്തിലേക്ക് അവർ തല ചായ്ച്ചു കൊടുക്കുമ്പോൾ അടുത്ത നിമിഷങ്ങൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവരുടെ ആ അവസരങ്ങളിൽ കണ്ടത് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് ലജ്ജയില്ല, അതിനെ തള്ളിപ്പറയാൻ അവർക്ക് കഴിയുകയില്ല. കാരണം ദൈവസ്നേഹം അകത്തുണ്ട്. ദൈവമില്ലാത്തൊരു ജീവിതമല്ല ഒരു ദൈവപൈതലിന് വേണ്ടത്, ദൈവമുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ജീവിക്കുന്നെങ്കിൽ അത് കർത്താവിനായിട്ട്, മരിക്കുന്നെങ്കിൽ അത് കർത്താവിനായിട്ട്. ആകയാൽ പ്രിയരെ, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിച്ചു, യഹോവേ ഞാൻ നിന്റെ ഭക്തനാകുന്നു. ഇന്ന് പകൽക്കാലം ആ ഭക്തിയുടെ വിവിധ വശങ്ങൾ നമുക്ക് ശ്രദ്ധിപ്പാൻ ആരംഭത്തിലും ഒടുവിലായ ദൈവം സഹായിച്ചു. ഒടുവിൽ കേട്ട ആ വാക്കുകളെ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ഭക്തൻ ദൈവത്തിനു വേണ്ടി വേർതിരിയപ്പെട്ടവനാണ്. 2, ഭക്തൻ അവന്റെ ഭക്തി മുറുകെ പിടിക്കുന്നവനായിരിക്കണം. 3, ഹല്ലേലൂയ, നമ്മൾ ശ്രദ്ധിച്ചല്ലോ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവൻ കളങ്കമില്ലാതെ ജീവിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു നിയന്ത്രണമുള്ളവനായിരിക്കണം. 4, തന്നെത്താൻ സൂക്ഷിക്കുന്നവനായിരിക്കണം. ഈ നിലയിലുള്ള ഒരു ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഞാനൊരു ദൈവപൈതലായി ഈ ഭൂമിയിൽ ഇത്രയും കാലം ജീവിച്ചു, ഒരു വിശ്വാസിയായി, ഒരു ഭക്തനായി ഞാൻ ഇത്രയും കാലം ജീവിച്ചു. സങ്കീർത്തനം 12:1 മറക്കരുത്. യഹോവേ രക്ഷിക്കണമേ. വിശ്വസ്തന്മാർ ഇല്ലാതെ പോകുന്നു, അല്ലെങ്കിൽ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറയുന്നു. ഭക്തന്മാർ കുറഞ്ഞു പോകുന്ന ഒരു കാലയളവ്. ഹല്ലേലൂയ. സഭകളിൽ എണ്ണം കൂടുന്നുണ്ട്, പക്ഷേ ഭക്തന്മാരുടെ എണ്ണം
സാർവത്രിക സഭയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെ, സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കുമ്പോൾ, മേപ്രായിലുള്ള ദൈവസഭയെ ദൈവം നോക്കുമ്പോൾ, മേപ്രായിലുള്ള ദൈവ മക്കളെ ദൈവം ശ്രദ്ധിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം അല്ല ഒരു തികഞ്ഞ ഭക്തനായി കാണാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. എന്റെ ജീവിതം, എന്റെ ഓട്ടം, അധ്വാനം, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകാതിരിപ്പാൻ തക്കവണ്ണം ദൈവമേ എന്നെ അതിനായി സഹായിക്കണമേ, എന്നെ അതിനായിട്ട് ഒരുക്കണമേ. ഒരു നല്ല ഭക്തനായി ജീവിപ്പാൻ ദൈവമക്കളെ ഒത്തിരി ഒന്നും ചെയ്തില്ലെങ്കിലും, ഒത്തിരി ആളുകളെ ഒന്നും നേടിയില്ലെങ്കിലും, നേടുന്നത് നല്ലതാ, ഒത്തിരി ചെയ്യുന്നത് നല്ലതാ, ഹല്ലേലൂയ. ഇതൊന്നും സംഭവിച്ചില്ലെങ്കിലും ഒരു ഭക്തനായി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ആ സ്വർഗീയ വിളി കേൾക്കാൻ നമുക്കൊരുങ്ങാം. ആ വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവസന്നിധി സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്നൊരു നിമിഷം ഹല്ലേലൂയ ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞാൻ നിന്റെ ഭക്തനാകുന്നു. ഒരു വ്യക്തിപരമായ സാക്ഷ്യം. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് എൻ്റെ ദൈവത്തിനറിയാം. ഞാൻ ആരാകുന്നു എന്നുള്ളത് ദൈവത്തിനറിയാം. എങ്കിലും ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ജീവിതത്തെ സമർപ്പിച്ച് പറയുന്നു, കർത്താവേ, ഞാൻ നിന്റെ ഭക്തനാകുന്നു. പ്രവാചകന്റെ അടുക്കൽ എലീശായുടെ അടുക്കൽ കടന്നു വന്ന ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യ തന്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആ മരിച്ചുപോയ എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാം. ലജ്ജയില്ലാതെ സാക്ഷ്യം പറയുക, എന്റെ ഭർത്താവ് ഒരു ഭക്തനായിരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമ്മെ കുറിച്ച് സാക്ഷ്യം പറയട്ടെ. ഒരു ഭർത്താവിനെ കുറിച്ച് ഒരു ഭാര്യ പറയട്ടെ, ഒരു ഭാര്യയെ കുറിച്ച് ഒരു ഭർത്താവ് പറയട്ടെ, ഒരു മാതാപിതാക്കളെ കുറിച്ച് കുഞ്ഞുങ്ങളെ കുറിച്ച് മാതാപിതാക്കൾ, സഹോദരങ്ങളെ കുറിച്ച് ഹല്ലേലൂയ മറ്റു കൂട്ടു സഹോദരങ്ങൾ പറയട്ടെ. ആ വ്യക്തി ഒരു ഭക്തനാ, അവനൊരു ഭക്തയാ. കേവലം അതരം കൊണ്ടുള്ളതായ ഒരു പ്രകടനമായിട്ടല്ല, അകത്തുനിന്ന് വരുന്ന ഒരു വാക്കായിട്ട് തീരട്ടെ. ദൈവമേ, ഞാൻ നിന്റെ ഭക്തനാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. അവിടുത്തെ പാലപീഠത്തിൽ ഞങ്ങൾക്ക് ഒരു കൂടെ വരുവാൻ അവിടുന്ന് നൽകി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ജീവിതത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ലഭിക്കുന്ന ആയുസ് ചുരുക്കമെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ആയുസിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ആയുസിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഇതര മനുഷ്യരെ പോലെയല്ല, ഇതിനപ്പുറത്തായിട്ടൊരു ജീവിതമുണ്ടെന്നും ഞങ്ങൾക്ക് വേണ്ടി ഒരു നാടും ഒരു നഗരവും അവിടുന്ന് ഒരുക്കുന്നു എന്നും ആ നിത്യ സൗധത്തിലെത്തുവാനുള്ള വലിയ വാഞ്ച കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറയുവാൻ, ഞങ്ങളുടെ കണ്ണുകൾ നിറയുവാൻ, ക്രിസ്തീയ ജീവിതം ധന്യമാകാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു യഥാർത്ഥ ഭക്തിയെക്കുറിച്ച്, ഒരു യഥാർത്ഥ ഭക്തനെ കുറിച്ച്, അവൻ എങ്ങനെ ആയിരിക്കണമെന്ന്, ഈ ലോകത്തിലുള്ള ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വചനം എങ്ങനെ അത് ചിത്രീകരിക്കുന്നു എന്ന് അല്പസമയം കേൾക്കുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. ആ വചനത്തിനു മുമ്പിൽ കർത്താവെ അടിയനെ സമർപ്പിക്കുന്നു. വചനം കേട്ട ദൈവമക്കളെ സമർപ്പിക്കുന്നു. ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമാക്കണമേ. അത് പിന്നെയും ചിന്തിക്കുവാൻ, അതിലടങ്ങിയിരിക്കുന്ന ദൈവിക ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ട് അതിന് മുൻപേ ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. കടന്നു വന്ന കത്തുദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന മാതാപിതാക്കൾക്കായി സ്തോത്രം. സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം. വിശേഷാൽ അതിഥികളായി ഞങ്ങളുടെ മധ്യേ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ദൈവം മാനിക്കണമേ. ദൈവകൃപയിൽ നിൽപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കണം. ഞങ്ങളുടെ സഭയെ ഇത്രത്തോളം മാനിച്ചതുകൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വവും മാനോട് നടക്കണമേ. രക്ഷിതാവും കർത്താവുമായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നമ്മുടെ കരവും ശബ്ദം ഉയർത്തി ദൈവത്തെ 3 പ്രാവശ്യം സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അല്ലാതാരുമില്ലീശനെ, എന്റെ പാപം പോകാൻ നീ അല്ലാതാരുള്ളൂ രക്ഷക, എന്റെ ഭാരം നീക്കാൻ എന്നെ നീയേറ്റുകൾ ദൈവമേ. അപ്പോൾ ഞാൻ ധന്യനായി എന്നെ നീയേറ്റുകൾ ദൈവമേ. അപ്പോൾ ഞാൻ ധന്യനായി ജീവിത ഭാരങ്ങളേറിയാലും
ശക്തനാ, നീ എത്ര നല്ലവൻ, നീയല്ലാതാരുമില്ലീശനെ എന്റെ പാപം പോക്കാൻ, നീയല്ലാതാരുള്ളു രക്ഷക എന്റെ ഭാരം നീക്കാൻ, എന്നെ നീ ഏറ്റുകൊണ്ട ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനായി. എന്നെ നീ ഏറ്റുകൊണ്ട ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനായി. ലോകത്തിലേകനായി തിരുകിലും രോഗത്താൽ ബാധിതനായിടിലും കൈവെടിഞ്ഞിടാത്ത രക്ഷക, നീ എത്ര നല്ലവൻ, നീയല്ലാതാരുമില്ലീശനെ എന്റെ പാപം പോക്കാൻ, നീയല്ലാതാരുള്ളു രക്ഷക എന്റെ ഭാരം നീക്കാൻ, എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ. ധന്യനായി എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനായി. ഏറിയ തെറ്റുകൾ ചെയ്തെന്നാലും പാപിയായി മുദ്രണം ചെയ്തിടിലും സ്നേഹത്താൽ കൈക്കൊള്ളും ദൈവമേ, നീ അത്ര നല്ലവൻ. ചേർന്ന് പാടാം. നീയല്ലാതാരുമില്ലീശനെ എന്റെ പാപം പോക്കാൻ, നീയല്ലാതാരുള്ളു രക്ഷക എന്റെ ഭാരം നീക്കാൻ, എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനായി. എന്നെ നീ